ഇത് നമ്മുടെ ജിയോജിത്ത് പാടിയോട്ടമുള്ള കേട്ടോ. എറണാകുളം പാലാരട്ടം പാടിയോട്ടത്തുള്ള ജിയോജിത്തിൻ്റെ ബിൽഡിങ്ങാണ്. ഇവിടെ ഇപ്പോൾ ഋഷി നടക്കണത്. ഇപ്പോൾ സൂം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ മതിലേക്കുണ്ട്. ആ മതിൽ അറ്റത്ത് മതിലിൻ്റെ പീസ് ഉണ്ട്. അതിങ്ങനെ നേരെ വന്നിട്ട് ഇവിടെ നിന്നാണ് വളവ് വരേണ്ടത്. ഇത് കുറച്ചിങ്ങോട്ട് കയറ്റി പള്ളിക്കാർ കെട്ടിയെന്നുള്ളതാണ് ഋഷി നടക്കുന്ന ഇവിടെ. ഇവിടെയുള്ള ആൾക്കാർ സംസാരിച്ചു കൊണ്ടിരിക്കണതാണ് കാണുന്നത്. സ്റ്റേ കൊടുത്തെന്നാണ് പറയണത്. ഇപ്പോൾ കൗൺസിലർ സ്റ്റേ കൊടുത്തെന്നാണ് പറയണത്. എന്തായെന്ന് അറിഞ്ഞൂടാ, നിയമപരമായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇത് കിട്ടിയാന്ന് അറിഞ്ഞൂടാ. ഇതിന് സ്റ്റേ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞത്. ഇതിപ്പോൾ ഇത്രയും കയറ്റിയാൽ കിട്ടിയാണ്. അത് ആ ലൈൻ ഇങ്ങനെ വന്നേച്ചൊരു ലൈനാണ്. അതാണ് ആൾക്കാരുടെ ഇഷ്യൂ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതായത് ആൾക്കാർ ഇതിപ്പോൾ എന്ത് ചെയ്താലും എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചതെന്ന് പറഞ്ഞാൽ ആൾക്കാരിപ്പോൾ എന്ത് ചെയ്താലും ഇതിപ്പോൾ അവിടെ കിട്ടിയാലും ആരും പ്രതികരിക്കാനില്ലെങ്കിൽ അത് ആ വഴിക്ക് പോകും. ആ ഒരു രീതിയാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നടക്കണ എല്ലാ കാര്യവും. ഇപ്പോൾ എന്തിന് ഈ വാർഡിൽ തന്നെ കഴിഞ്ഞ കൗൺസിലർ അദ്ദേഹം ചെയ്തതെന്ന് വെച്ചാൽ അവിടെ അടുത്തുള്ളൊരു ഐമാസ് ലൈറ്റ് അയച്ചു കൊണ്ടുപോയി. അപ്പോൾ അതിൻ്റെ ഒരു ഇഷ്യൂ ഇവിടെ വേറെ നടക്കുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടാ ഒരു 2 ആഴ്ചക്കുള്ളിൽ ഞാൻ തിരിച്ചു കൊണ്ടുവന്നിടാന്ന് ഗ്രൂപ്പിൽ മെസ്സേജ് വിട്ട്, ഇവിടുത്തെ അസോസിയേഷൻ്റെ ഗ്രൂപ്പിൽ. ഇതുവരെയും തിരിച്ചു കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ പറയണമെന്ന് വെച്ചാൽ പുതിയ കൗൺസിലർ എല്ലാവരും മറ്റുള്ളവരും പറയണമെന്ന് വെച്ചാൽ ഇപ്പോൾ പുതിയത് പറഞ്ഞാൽ അവിടെ വന്നാൽ പറ്റുന്നത്. അപ്പോൾ പഴയത് കൊണ്ടുപോയത് കുഴപ്പമില്ലേ? അല്ല, അവരുടെ ഒരു ഇഷ്ടത്തിന് എന്തെങ്കിലും കാണിക്കാനുള്ളതാണ് ഇത്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഈ നാട്ടിൽ നടക്കണമെന്ന് പറയണേ. അതെന്താണ് ഞാൻ തോന്നുന്നത് പറഞ്ഞു. പഴയ മതിൽ എങ്ങനെ ഉണ്ടായിരുന്നു അതേപോലെ അതെ നമ്മൾ വേറെ ഇതിപ്പോ ഇറക്കിയാണ് കെട്ടിയേക്കണത്. അല്ല, അപ്പോഴും ഒരു ബോധമുള്ള ഒരാൾക്ക് ഇത് ഇവിടെ നോക്കിയാൽ കാണാം മതിലെങ്ങനെ നിൽക്കണമെന്ന്. ഞാനും ഇവിടെ തന്നെയുള്ള പഴയ ഫോട്ടോസ് എല്ലാം ഗ്രൂപ്പിൽ എന്റെ ഉണ്ട്, വീഡിയോസ് ഉണ്ട്. പിന്നെ അത് വെച്ച് കെട്ടിയാൽ നമുക്ക് ആദ്യം തരണ്ട. അതെ അതെ, ഫ്രണ്ടിൽ അവിടെ വീതി കൂട്ടി തരാൻ വേണ്ട, അതിന്റെ ആവശ്യമൊന്നുമില്ല. നമുക്ക് പഴയ റോഡ് മതി, വേറെ ഒന്നും മതി. ഇതേ ഉള്ളൂ. നമുക്ക് ഒരു പ്രശ്നം. അതെ, ഇപ്പൊ എന്താണ് നമ്മുടെ കൗൺസിലർ പറഞ്ഞത്? അവിടെ നിന്ന് അളന്നു കഴിഞ്ഞപ്പോ 5 മീറ്റർ ഉണ്ട്, അതനുസരിച്ച് വിട്ടിട്ടുണ്ട്. 5 മീറ്റർ ഉണ്ട്. പക്ഷെ ചേട്ടൻ അത് തോന്നണ്ട. അങ്ങനെ നമ്മള് എന്റെ വീട്ടിലാണെങ്കിൽ പോലും അതിർത്തിക്കല്ല് അപ്പുറത്തിന്ന് അവരുടെ അതിർത്തിന്ന് വേണം. അല്ല, അതാണ് ചോദിക്കണേ. പുറമ്പോക്ക. അപ്പൊ എങ്ങനെയാണ് 5 മീറ്റർ വേണ്ടത്? അതെ അതെ. ഇപ്പൊ എന്നിട്ട് ഇപ്പൊ നിലവിൽ എന്താണ് പറഞ്ഞേക്കണത്? അവര് സ്റ്റേ ഇവിടെ തന്നെയാണ്, നിർത്തണയാണ്. പണിയല്ല. അപ്പൊ ഈ പണിത് വെച്ചേക്കണത് ഇല്ലെങ്കിൽ പൊളിക്കണാണ്. ഓക്കെ, നല്ലത്. അല്ല, ഇത് ഞാനിവിടെ ജീവിച്ചാണ്, എനിക്കറിയാം ചാടിച്ചിട്ടേക്കണെന്ന്. അപ്പൊ അവർക്ക് ഇപ്പൊ അവിടെ ഇട്ടാലും പ്രതികരണം ഇല്ലെങ്കിൽ അവിടെ ഇട്ട് പോകാന്നുള്ളൊരു രീതിയാണ്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ പലതും കയ്യേറിയതാണ്. ആൾക്കാര് പലതും പഴയയിലേക്ക് പോയാൽ അറിയാം. അതെ അല്ലേ, പണ്ടത്തെ അതിർത്തിക്കല്ല് അവിടെ അതും എടുത്ത് വലിച്ചെറിഞ്ഞു. അതിനെല്ലാരും കണക്കാണ്. ഞാനിപ്പോ പറഞ്ഞത് അപ്പുറത്ത് ഐമാസ് ലൈറ്റ് പഴയ കൗൺസിലർ ഒരുക്കുണ്ട്. ആർക്കും ഒരു വിഷയമില്ല. അതും കൊണ്ട് പിന്നെ ഈ കല്ലുകൾ ഇവിടെ ഉണ്ടായിരുന്ന കല്ലുകളെല്ലാം ഇവിടെ കൂട്ടിയിട്ട് ചായക്ക് എങ്ങോട്ട് പോയി? ഇതൊക്കെ ചോദ്യം ചെയ്യാൻ പോയാൽ കുറെ കഥകൾ കിട്ടും. ഈ കല്ലൊക്കെ എന്ത് അതായത് ഇവിടെ നിന്ന് ഇടം വരെ കിടന്നു നോക്കി ഈ വഴിയുടെ പണി ഒരു പ്രാവശ്യം ഇടിഞ്ഞു പോയി പണിതിട്ട് ലക്ഷങ്ങൾ അല്ലെങ്കിൽ കോടികളുടെ അടുത്ത് പോയി എന്നുള്ള ആളറിഞ്ഞത്. അപ്പോൾ യെസ്, മര്യാദക്ക് ചെയ്തു തരിക. അത്രേ ഉള്ളൂ. അല്ല, അതുകൊണ്ടാണ് നമ്മളെല്ലാവരും ഇങ്ങോട്ട് വരേണ്ടി വന്നത്. ഇപ്പം മര്യാദക്കാണ്, ആരും ഒന്നും പറയാൻ പാടില്ല. ഇവിടെ ഇത്രയും കല്ല് ഇത് ഇടിഞ്ഞു പോയിട്ട് രണ്ടാമത് പണിത റോഡാണ് കേട്ടോ. ഇത്രയും കല്ലെടുത്ത് അവിടെ വെച്ചിട്ട് ആ കല്ലൊന്നും കാണില്ല. അതുപോലെ ഇവിടെ ഒരു ഹൈമാസ് ലൈറ്റ് ഉണ്ടായി, അതെവിടെ പോയി? പിന്നെ അപ്പുറത്തൊരു ഹൈമാസ് ലൈറ്റ് എടുത്തുകൊണ്ട് പോയതിൻ്റെ വിഷയം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് നടക്കണം. ഇനിയിപ്പോൾ ഇവിടെ പുതിയ കല്ല് വിരിക്കണം കേട്ടോ. അതിന് വേറെ കൊട്ടേഷൻ ഇട്ട് വേറെ കാശായിരിക്കും. ഇതൊക്കെയാണ് ഇവിടെ നടക്കണത്. ഇനിയിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞാൽ ഇത് ഇവിടെ നടുക്കുകൊണ്ടെന്ന് കിട്ടിയാലും പ്രതികരണം ഇല്ലേ, അതങ്ങനെ കെട്ടിപ്പോകാന്നുള്ള മൂടാണ് ഇവർക്ക്. എന്ത് തോന്നി അല്ല, ഒരു പള്ളി കോമ്പൗണ്ടിലാണ് ഇത് നടക്കണം. അത് ചിന്തിക്കണം. ഇത് നമ്മുടെ കാക്കനാട് സെൻറ്റ് മൈക്കിൾ ചർച്ചിൻ്റെ കോമ്പൗണ്ടിൻ്റെ വാളാണ്. അപ്പോൾ അവർ പള്ളി കോമ്പൗണ്ടുകാർ ഇങ്ങനെയാണ് ചെയ്യണമെങ്കിൽ നാട്ടുകാരും മറ്റുള്ളവരൊക്കെ എന്തായിരിക്കും കാണിച്ചു കൊടുക്കണം. അല്ല, അതാണ് ഏറ്റവും വലിയ ഇൻട്രസ്റ്റിംഗ് കേട്ടോ. അയ്യോ, അതിൻ്റെ അവർ പറഞ്ഞാണ് ഇവിടെ ഇത്തിരി അവിടെ വീതി ഇത്തിരി ഇട്ട് തരാമെന്ന്. എന്തൊക്കെയാണ് പറയുന്നത്? ഇപ്പോൾ സ്റ്റേ കൊടുത്തെന്നാണ് പറയണത് കൗൺസിലർ. അത് എത്രത്തോളം ആയി അതെന്ന് അറിഞ്ഞുകൂടാ. എന്തായാലും കാണാം. നമുക്ക് അളന്ന് കഴിഞ്ഞിട്ട് ഇനി പൊളിക്കണ്ടാണെങ്കിൽ പൊളിക്കുക എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ബാക്കി അപ്പോൾ വിശേഷങ്ങൾ കുറേ കൊണ്ടുവരാം. വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ ഇതിൻ്റെ താഴത്തേക്ക് ഫൗണ്ടേഷൻ ഇല്ലല്ലേ, കുറവാണ്. ഇപ്പൊ നമ്മുടെ ഈ സെന്റ് മൈക്കിൾസ് വന്നിട്ട് എന്താണ് പറഞ്ഞത്? പള്ളിയുടെ കൈക്കാരന്മാര് വന്നായിരുന്നു, അവർ 2 പേരുണ്ടായിരുന്നു. അവര് പറഞ്ഞത് ഇതാണ്, കല്ല് അതിന്റെ അതിർത്തി അവിടെയാണ്. ആ കല്ല് കെട്ടിയേക്കണേ അതിന്റെ ആ പോസ്റ്റിന്റെ അപ്പുറം. പക്ഷെ ഇങ്ങോട്ട് കെട്ടിയത് ഇവിടുന്ന് അതിർത്തി ഇവിടുന്ന് അളന്നിട്ട് ഈ കല്ലുണ്ട്, ഈ സിമെന്റ് ഇവിടെ നിന്ന് അങ്ങോട്ട് കെട്ടിയിട്ട് 5 മീറ്റർ അളന്നാണ് അവിടെ കെട്ടിയത്. അത് ഓൾറെഡി ഇത് അപ്പുറത്തായിരുന്നു. അപ്പുറത്ത് നേരത്തെ കെട്ടുണ്ടായിരുന്നു. ആ പുള്ളി തോണ്ടിക്കൊണ്ടിരിക്കണത് അതാണ് കെട്ട്. കെട്ട് അങ്ങനെ പോകണം.
അപ്പൊ പരിപാടി തീർന്നു. അപ്പൊ ഇവിടെ നിന്ന് അളന്നുകൊണ്ട് കുറച്ചും കൂടി കയറ്റി കെട്ടിയതാണ് അവര് സമ്മതിച്ചു. അപ്പൊ അങ്ങനെ വെക്കുമ്പോ ഇവിടുന്ന് അവിടം വരെ കയറ്റി കെട്ടും. ഇവിടുന്ന് അവിടം വരെ ഇപ്പൊ കയറ്റി കെട്ടില്ലേ? ഇപ്പൊ ഈ മതില് വളച്ചു കൊണ്ടുപോകാൻ പറ്റില്ല, നേരെ തന്നെ കൊണ്ടുപോകണം. അല്ല അവിടെ നോക്കിയാൽ സ്വാഭാവികമായിട്ടുള്ള ബുദ്ധികളൊക്കെ കാണാം. നമുക്ക് വിട്ടു വരുന്ന പറയണം, അതിന്റെ ആവശ്യമില്ല രീതിയിൽ മതിയല്ലോ. അത് ആയാലും പറഞ്ഞ എന്തായാലും അത് ഇവിടെ അവര് കയറ്റി കെട്ടി എന്നിട്ട് അപ്പുറത്ത് വിട്ടുതരാം. അല്ലെങ്കിൽ അതൊക്കെ എന്ത് കോംപ്രമൈസ് ആണ്. അതൊരു പള്ളിക്കാരാണ് ചെയ്യണത്. ഇതൊന്നും വേണ്ട, ആർക്കും സ്ഥലവും വേണ്ട, അവിടെ സ്ഥലവും വേണ്ട, ഒന്നും വേണ്ട. ഉണ്ടായിരുന്ന മതിൽ അതേപോലെ തന്നെ കെട്ടിക്കൊണ്ട് നമുക്കുള്ള വഴി മതി. എന്തായാലും ഭയങ്കര രസമായിട്ട് തോന്നിട്ടാ ഇത് ഇങ്ങനെ കയറ്റി കെട്ടാൻ കാരണം അവിടെ നിന്ന് 5 മീറ്റർ അളന്നുകൊണ്ടാണെന്ന്. ഒന്ന് ഓർത്ത് നോക്കിയാൽ നമ്മുടെ 5 സെന്റ് പ്രോപ്പർട്ടി ആണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ അളക്കാണ്ട് റോഡിൻ്റെ അപ്പുറത്ത് നടന്നിട്ട് നമ്മുടെ മതിൽ ഇവിടെ ഇരുന്ന് വെച്ചാൽ പൊളിഞ്ഞ് പോയി കഴിഞ്ഞിട്ട് കുറച്ച് കയറ്റി കെട്ടുക എന്നതാണ് കൊടുക്കത്തെ ബുദ്ധി. അതുകൊണ്ട് പറഞ്ഞേ ഇതാണെങ്കിൽ അപ്പുറത്ത് വീതി കൂട്ടി തരാണ്. അതെങ്ങനെയുണ്ട്? അത് അതിലും വലിയ കോമഡി. ഒരു പള്ളി കോമ്പൗണ്ടറിൽ പള്ളിക്കാർ ചെയ്ത് കൊടുക്കുന്ന പരിപാടിയാണ്. എൻ്റെ ഇടവകയും കൂടി ഉണ്ട്, എന്നാലും തെറ്റില്ല. ചിരി വന്ന് പോയി. അയ്യോ ഇവിടെയുള്ളവർ പിന്നെ മെയിൻ തട്ടിലിരിക്കുന്നവരൊക്കെ വന്നിട്ട് പറഞ്ഞിട്ട് പോയതാണ് ഈ എന്തിരില്ലായ്മ. എനിക്ക് കേൾക്കണം, നിങ്ങൾ പറ നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് എന്ത് തോന്നിയെന്നുള്ളത്. ഈ വിവരമില്ലാത്തവന്മാരുടെ കൂട്ടത്തിൽ അത്ര എനിക്ക് പറയാമോ.